സുവിശേഷം പറയാൻ നാണമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യം. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ചും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ദൈവം ചെയ്ത നന്മകളോർത്ത് മറ്റുള്ളവരോട് പറയാൻ നാണമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ദൈവവചനം മറ്റുള്ളവരോട് വിളമ്പുവാൻ നാണമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുകയാണ്, നീ ഇയാളോട് സംസാരിക്കണം, മറ്റൊന്നോട് സംസാരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയാൾ എന്ത് വിചാരിക്കും, അവൾ എന്ത് വിചാരിക്കും, ഇവൻ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നാണം കാരണം നാം മിണ്ടാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഭയം കൊണ്ട് മിണ്ടാതെ ഇരുന്നാൽ, ദൈവം പറയുന്നു, വചനത്തിൽ പറയുന്നു. എന്താണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത്? ഞാൻ ഒന്നുകൂടെ വായിക്കാം. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം ആ അവസ്ഥ. അതുകൊണ്ട് ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ സുവിശേഷം അറിയിക്കുന്നിടത്ത് സുവിശേഷം അറിയിക്കണം. കർത്താവ് എവിടെയാണോ നമ്മൾ അയക്കുന്നത് അവിടെ പോകണം. ധൈര്യത്തോടെ സുവിശേഷം അറിയിക്കണം. സത്യവചനം തന്നെ പറയണം. വെള്ളം ഒഴിക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.